മാരക ലഹരി ഭോഗത്തിന് മയക്കുമരുന്നിന് ഉത്തമ പരിഹാരം. പ്രിയരെ, രാസലഹരിയും മദ്യലഹരിയും ഭക്തിലഹരിയും ഭാരതത്തിൽ അധികരിക്കുകയാണ്. അത് അധോഗതികളുടെ സൂചനയാണ്. ലഹരിമോഹം അപകർഷതയുടെ ഉൽപ്പന്നമാണ്. അധികം ഭാരതീയരിലും അപകർഷതയാണ് നുരയുന്നത്. ലാഭാർത്ഥിയാണ് പുകയുന്നത്. യൗവനങ്ങൾ ലഹരിക്കടിമപ്പെടുകയാണ്. ലഹരി വ്യാപാരം പൊടിപൊടിക്കുന്നുണ്ട്. പോലീസുകാരോ എക്സൈസുകാരോ നിയമ പരിരക്ഷണകരോ കൊണ്ട് മാത്രം അവ പരിഹരിക്കാമെന്ന് കരുതരുത്. അപകർഷത ദൂരീകരിക്കുകയും സ്വാഭിമാനം ഉയർത്തുകയുമാണ് മുഖ്യ പോംവഴി. ജനാധിപത്യം പ്രാബല്യത്തിലാകുന്നതോടുകൂടി ആളുകളിലെ അപകർഷത ഏറിയ പങ്കും കുറയും. ചെറുകിട സംരംഭങ്ങൾ വർദ്ധിക്കുന്നതോടെ സ്വാഭിമാനം ഉയർത്തെഴുന്നേൽക്കും. ജനങ്ങളെ യാചകരാക്കുന്ന ഭരണകൂട കുൽസിതതകൾ അവസാനിക്കാതെ പൗരന്മാരുടെ അപകർഷത ലഘൂകരിക്കുകയില്ല. രാജരാഷ്ട്രീയത്തിൻ്റെ ഊരൊഴുക്കുകൾ നിലനിർത്തിക്കൊണ്ടുള്ള വോട്ടവകാശ ജനാധിപത്യം തുടരുന്ന കാലത്തോളം ആളുകളിൽ അരക്ഷിതത്വ ബോധം നിലനിൽക്കും. അതോടൊപ്പം ജനങ്ങളിൽ പകയും വൈര്യനിര്യാതന ബുദ്ധിയും തിളച്ചുമറിയും. മനുഷ്യർ പരസ്പരം തോൽപ്പിക്കാനായി പരിശ്രമിക്കുകയാണ്. ആ തോന്നിയവാസത്തെ ഭരണകൂടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഓരോ പൗരന്മാരും എന്ന അവകാശബോധം ഭരണകൂടം അവരെ ബോധ്യപ്പെടുത്തണം. അതിന് ഉതകുന്ന വണ്ണം സാമൂഹ്യ ധാരണകൾ തിരുത്തപ്പെടണം. ഭരണക്രമം പുനർനിർണയം ചെയ്യണം. ഭൂരിപക്ഷം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പക്ഷപാതികളായാണ് പ്രവർത്തിക്കുന്നത്. പക്ഷപാതിത്വം കൊണ്ടാണ് അധികം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥാനമാനങ്ങൾ നേടുന്നത്. അവരുടെ പക്ഷത്തുള്ളവർക്കായി ആനുകൂല്യങ്ങൾ ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കിണഞ്ഞു പ്രവർത്തിക്കുന്നത്. നീതിബോധം മൃതശരീരമായാണ് ഭാരതീയ ജനാധിപത്യത്തിൽ അഴുകുന്നത്. വോട്ടവകാശ ജനാധിപത്യം തുടരുന്ന കാലത്തോളം ദുര്യോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ലഹരി മുക്ത സമൂഹം സംജാതമാകേണ്ടത് അനിവാര്യമാണ്. അതിലും അനിവാര്യതയാണ് നീതിബോധം നിലനിർത്തുക എന്നത്. മയക്കുമരുന്നു സേവനിമിത്തം യൗവനങ്ങൾ ഒന്നിനും കൊള്ളാത്ത കീടങ്ങളായിത്തീരുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട അവർ സമൂഹത്തിനു ബാധ്യതയാണ്. വീണവനെ ചുമക്കുന്നത് പോലെ സദ്ബുദ്ധികൾ സകല ദുർനടത്തുകാരെയും പേറേണ്ട ഗതികേടിലാണ്. മുച്ചൂട്ടുകളിക്കാർ അമ്പും തുമ്പുമില്ലാത്ത ഹതഭാഗ്യരെ കൊതിക്കുന്നത് പോലെ സർക്കാരും സന്നാഹങ്ങളും തെമ്മാടികൾക്കായി പരതുകയാണ്. കാണിക്കവഞ്ചി കുമിയാൻ കൊതിക്കുന്ന പുരോഹിതന്മാരെ പോലെ അധികാരികൾ അരക്ഷിതാവസ്ഥകൾ അടവെച്ചു വിരിയിക്കുകയാണ്. ഓരോ ജനപ്രതിനിധികളും സമൂഹത്തിൻ്റെ സംരക്ഷകരായി സ്വയം ഭാവിക്കുകയാണ്. സമൂഹം നന്നാവണമെന്ന് അധികാരികൾ ആശിക്കുന്നില്ല. അവർ അവരുടെ അഹങ്കാരം ഘോഷിക്കുന്ന തിരക്കിൽ സാധാരണക്കാരെ പരിഗണിക്കുന്നേയില്ല. ഓരോ അധികാരിയും ആശിക്കുന്നത് ചോദ്യം ചെയ്യാൻ കരുത്തില്ലാത്ത വോട്ടർമാരെയാണ്. സർപ്പക്ഷേത്രങ്ങളിൽ കറുപ്പുപാൽ സേവിച്ച് മയങ്ങി ഇഴയുന്ന സർപ്പങ്ങളെപ്പോലെ ഷണ്ഡീകരിക്കപ്പെട്ട പ്രജകളെയാണ് അധികാരികൾ കൊതിക്കുന്നത്. പൗരന്മാർക്ക് ഉശിരും ഉണർവും ബോധവും അറിവും ഉണ്ടാകണമെന്ന് ഭരണക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇന്നുള്ള ദണ്ഡപീഡനങ്ങൾ കൊണ്ട് ലഹരിയുടെ ആസക്തി കുറയുകയില്ല. ആസക്തി ദൂരീകരിക്കാതെ ലഹരി വ്യാപാരം നിയന്ത്രിക്കാനും കഴിയില്ല. പോലീസുകാരും എക്സൈസുകാരും കോടതികളും വിചാരിച്ചാൽ ലഹരിയുടെ ഭൂതത്തെ അവസാനിപ്പിക്കാൻ കഴിയുകയില്ല.
എന്തെന്നാൽ മനുഷ്യരുടെ ആത്മസംഘർഷങ്ങൾ നിർവീര്യമാക്കാൻ പോകുന്ന സാമൂഹ്യ ധാരണകൾ നെയ്യേണ്ടതുണ്ട്. അധികാരികളും ധനവാന്മാരും പുരോഹിതരും അവരുടെ സിൽബന്ധികളും ആദരണീയരായ സമൂഹത്തിൽ സാധാരണക്കാർക്ക് അവസരങ്ങൾ നഷ്ടമാവുകയാണ്. അഭിമാനബോധം ഉയർത്താൻ തക്ക ഭാഗധേയത്വം ജനങ്ങളിൽ ഉണർത്താൻ നമ്മുടെ കീഴ്വഴക്കങ്ങൾക്ക് കഴിയുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ, മുനിസിപ്പൽ ചെയർമാൻ വിചാരിച്ചാൽ, അധ്യാപകർ വിചാരിച്ചാൽ, അവർക്കതിന് അവസരങ്ങൾ കൊടുത്താൽ, സാമൂഹ്യ ധാരണകൾ തിരുത്തിയാൽ സകലതിനും പരിഹാരമാകും. ദുർബലക്ഷേമം അഭികാമ്യമെങ്കിലും യാചകബുദ്ധി അപകടമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയ കുലടരല്ലാത്ത സാഹോദര്യ ബോധമുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുനിസിപ്പൽ ചെയർമാനെയും പൗരന്മാർ നേരിട്ട് തിരഞ്ഞെടുക്കുകയും സർവാധികാരക്കാരായി പുലരുകയും ആയാൽ സകലതിനും പരിഹാരമാകും. അതോടൊപ്പം അനിവാര്യമാണ് ജനാധിപത്യത്തിൻ്റെ പ്രയോഗരൂപം. എല്ലാറ്റിനും ഉപരി പ്രാണപ്രമോദ ഉപാസനയും ധ്യാനധ്വനിയും നിർവഹിക്കാൻ സകലരെയും പ്രാപ്തമാക്കേണ്ടതുണ്ട്. വെറുതെ നന്നാവണം എന്നാവർത്തിച്ചതുകൊണ്ട് മനുഷ്യർ നന്നാവുകയില്ല. പ്രബോധനവും ശാസനയും ആകാമെങ്കിലും പ്രചോദനമാണ് ഉത്തമം. പുരോഹിതർ പ്രബോധിപ്പിച്ചിട്ടും രാജാവ് ശാസിച്ചിട്ടും കാര്യമായ പുരോഗതി കൈവന്ന അഭിവൃദ്ധികൾ ക്രാന്തദർശികളുടെ ആഹ്വാനങ്ങൾ കൊണ്ടാണെന്നും അറിയണം. ശാസനയും പ്രബോധനവുമല്ല ഉത്തമം, പ്രചോദനമാണ് ഉത്തമം. പ്രചോദനം ആത്മാവിൽ പ്രജ്ഞപ്രഭയിൽ നിന്നാണ് ഉൽപ്പന്നമാകുന്നത്. ശാസനയും പ്രബോധനവും ക്രോമിയം പ്ലേറ്റിംഗ് പോലെ ദുർബലമാണ്. അതിന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ശാശ്വത നന്മ നിലനിർത്താനും കഴിയുകയില്ല. മനുഷ്യർ സ്വയം പ്രചോദിതരാകേണ്ടതുണ്ട്. മനുഷ്യർ സ്വയം പ്രചോദിതരാകുന്നതിന് പരമപ്രധാനമാണ് സ്വാഭിമാനം. സ്വാഭിമാനത്തിൻ്റെ ആദ്യപടിയാണ് അപകർഷതയുടെ ദൂരീകരണം. രാജാധികാര ജനാധിപത്യത്തിൽ അപകർഷത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജനാധിപത്യത്തിൽ പബ്ലിക് പവർ റിപ്പബ്ലിക്കിൽ അപകർഷത ഉണ്ടാവുകയില്ല. അധികം പേരും ചെറുകിട സംരംഭകരായി വളരുന്ന സമൂഹത്തിൽ സ്വാഭിമാനം ഉയർകൊള്ളും. സകലരും പ്രാണപ്രമോദ ഉപാസകരായാൽ സർവദാ സ്വാഭിമാനികളാകും. ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളൂ, നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയിൽ പൗരന്മാരിൽ നിന്നും അപകർഷത ദൂരീകരിക്കപ്പെടുകയില്ല. അപകർഷത വർദ്ധിച്ചു വരികയാണ്. സ്വാഭിമാനികളെ ജനിപ്പിക്കാൻ തക്ക ഔന്നത്യം സമൂഹത്തിന് നഷ്ടമാവുകയാണ്. മനുഷ്യരെ ഡയറി ഫാമിലെ അന്തേവാസികളാക്കാനാണ് ഭരണകൂടം ആശിക്കുന്നത്. അടിമകളെ പോലെ റേഷൻ ഭക്ഷണവും പ്രതിരോധ കുത്തിവയ്പ് പോലെ ഇണചേരലും അനുവദിക്കുന്ന അധികാരികൾക്കായി നിങ്ങൾ വോട്ട് ചെയ്യരുത്. അത്തരം ഷണ്ടാധികാരികളാകാൻ മോഹിക്കുകയുമരുത്. സഹജീവികളോട് സാഹോദര്യം വിളംബരഘോഷം ചെയ്യാൻ സകലരും പ്രാപ്തരാക്കുക. അതിനായി ജനാധിപത്യത്തെ ആശ്ലേഷിക്കുക. അപ്പോൾ സകലതിനും പരിഹാരമാകും. കരുതുക, ഉണർന്ന് പ്രവർത്തിക്കുക. അപകർഷത ദൂരീകരിക്കുകയും സ്വാഭിമാനം ഉയർത്തുകയും പൗരനാണെന്ന ബോധവും അവകാശവും സകല മനുഷ്യർക്കും സ്വന്തമാകുകയും സമൂഹ പരിഷ്കരണത്തിൽ പങ്കാളിത്തം അനുഭവിക്കുകയും ആയാൽ ലഹരിമുക്തി മാത്രമല്ല, ഭക്തിദുരയും ക്രിമിനൽ വാസനയും സിവിൽ തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ലഘൂകരിക്കപ്പെടും എന്നും അറിയണം. ദുർബല ചിത്തനായ സകലരെയും പ്രബലരായി കരുതാനും അവരുടെ ഊർജവും ധിഷണയും ലോകക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്തുകയുമായാൽ സാമൂഹ ദുഷിപ്പുകളും ദുര്യോഗങ്ങളും വലിയ അളവ് വരെ ദൂരീകരിക്കപ്പെടും. അതിന് പ്രാദേശിക സാരഥികൾ കരുതൽ കൊള്ളണം. അതോടൊപ്പം ജനാധിപത്യം പ്രയോഗത്തിലാക്കുകയും വേണം. ആദ്യം സാമൂഹ്യ ധാരണകളും ചിന്തകളും നേർവഴിയിലെത്തട്ടെ. എല്ലാം നന്നാവും.